അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സൂറ അൽ ബുറൂജ് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാത്തിൽ ബുറൂജ്. വസ്സമാ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. സീനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. ദാത്തിൽ ബുറൂജ് ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റ വൊമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. ദാത്തിൽ ബുറൂജ് അവസാനത്തിൽ മദ് ആരതിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ജീമ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. വൽയൗമിൽ മൗഊദ്. വൽയൗമി വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വൽയൗമിൽ മൗഊദ് ലാമിന് ഇവിടെയും കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മൗഊദ് അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരതുൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. വശാഹിദിൻ വമഷ്ഹൂദ്. വശാഹിദിൻ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. ഷീനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വശാഹിദിൻ ദാലിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയോടുകൂടി ഉച്ചരിക്കുക. വശാഹിദിൻ വമഷ്ഹൂദ് ഷീന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരതിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി പാരായണം ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഖുതില ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അസ്ഹാബു സ്വാദ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഫുൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററും കൂടിയാണ്. തഫ്ഹീം ചെയ്യുക. ഇത്ബാഖിൻ്റെ അക്ഷരം കൂടിയാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് ഹാൻ്റെ മഖ്റജ് വസ്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ വ്യക്തമാക്കുക. അലിഫ് സ്വഗീറ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അസ്ഹാബുൽ ഉഖ്ദൂദ് ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുകയും ചെയ്യാം. അസ്ഹാബുൽ ഉഖ്ദൂദ് അവസാനത്തിൽ മദ് ആരദിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. അന്നാരി ദാത്തിൽ വഖൂദ്. അന്നാരി ദാത്തി തുടക്കത്തിൽ തന്നെ ഹംസത്തുൽ വസ്ലാണ് വന്നിട്ടുള്ളത്. ഹംസത്തുൽ വസ്ൽ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമ് വന്നു. അപ്പോൾ ഹംസത്തുൽ വസ്ലിന് ഫത്തഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക. അന്നാരി ദാത്തി നൂനിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അന്നാരി ദാത്തിൽ വഖൂദ് റ കെസ്ര ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. അവസാനത്തിൽ മദ് ആരദിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇദ്ഹും അലൈഹാ ഖുഊദ്. ഇദ്ഹും അലൈഹാ ദാല് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇദ്ഹും അലൈഹ ഇവിടെ ഇദ്ഹാർ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത മറ്റൊരക്ഷരം വന്നു. അതുകൊണ്ട് മീമിനെ
ഇദ്ഹാർ ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇദ്ഹും അലൈഹ. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിന് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. ഹഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലൈഹ ഖൂദ്. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ട് ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരിദിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വഹും അലാ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. മീമ് ഇദ്ഹാർ ഷഫവിയാണ് ഇവിടെ വരുന്നത്. മീമിനെ ഇദ്ഹാർ ചെയ്തിട്ട് ഉച്ചരിക്കുക. ബാഉം മീമുമല്ലാത്ത ഒരക്ഷരമാണ് മീം സാക്കിനയ്ക്ക് ശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. വഹും അലാ. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ വ്യക്തമാക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് സ്വഗീറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വഹും അലാ മാ യഫ്അലൂന. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫ കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക, വസത്തുൽ ഹൽക്ക്. യഫ്അലൂന. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ബിൽ മുഅ്മിനീന ശുഹൂദ്. ബിൽ മുഅ്മിനീന. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹംസക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. 2ഉം കൽക്കലയുടെ ലെറ്ററല്ല, ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. മീമിൻ്റെ കൂടെ യാ മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ബിൽ മുഅ്മിനീന ശുഹൂദ്. അവസാനത്തിൽ മദ് ആരിദിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് നീട്ടി വഖഫ് ചെയ്ത് കൊടുക്കുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.